ഇന്നത്തെ എൻ്റെ വീഡിയോ കുക്കിങ്ങും ക്ലീനിങ്ങും റെസിപ്പീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് എടുത്തു തുടങ്ങിയ വീഡിയോ ആണ്. ഇതൊരു വെള്ളിയാഴ്ച ദിവസം എടുത്ത വീഡിയോ ആണ്. ഞാൻ ഈ സോഫൻ്റെ കവറ് മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ്. അത് നല്ലതാണ്. പക്ഷെ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സോഫ മൊത്തം മറിച്ചിട്ടിട്ട് വേണം അടിയിൽ കെട്ടിടാൻ. എന്നാൽ മാത്രമേ നന്നായിട്ട് നിൽക്കുള്ളൂ. അതിന് രണ്ടാളുടെ സഹായം എന്തായാലും വേണം. അതുകൊണ്ട് ഞാൻ തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടിട്ട് അങ്ങോട്ട് പോട്ടെന്ന് വെക്കും. പിന്നെ എത്ര വലിച്ചിട്ട് കെട്ടിയാലും കുട്ടികളൊക്കെ കയറി ഒന്ന് ചാടുമ്പോൾ അത് വീണ്ടും അഴിഞ്ഞു വരും. അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ തന്നെയാണ് മിക്കപ്പോഴും വെക്കുന്നത്. അടിച്ചു വാരലൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ട് പൊടിയൊന്നും തുടക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒന്ന് ക്ലീനാക്കി. ഇവിടെ ഞാൻ തൊട്ടടുത്ത് തന്നെ മണ്ണുള്ളതുകൊണ്ട് എപ്പോഴും പൊടിക്കാറ്റുണ്ടാവും. അതുകൊണ്ട് തന്നെ എത്ര ക്ലീനാക്കിയാലും വീണ്ടും വീണ്ടും പൊടികൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ എൻ്റെ മോനിക്കുണ്ടല്ലോ, ഞാൻ പണിയെടുക്കുന്നത് കാണുന്നത് ഇഷ്ടമല്ല. ഞാൻ പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ ഓടി വന്ന് എൻ്റെ അടുത്ത് നിന്നിട്ട് എടുത്തോ അല്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കും. അതാണിപ്പോൾ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കുറച്ചു നേരമൊക്കെ അവൻ അവിടെ ഇരുത്തി കളിപ്പിച്ചതിന് ശേഷം ഞാൻ ആ സോഫയിൽ തന്നെ മോനെ കിടത്തിയിട്ട് ഒരു പുതപ്പിട്ട് കൊടുത്തു. കാരണം ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. തണുത്തിട്ടാണെങ്കിൽ കാല് നിലത്ത് വെക്കാനും പറ്റുന്നില്ല, വെള്ളത്തിൽ തൊടാൻ പറ്റുന്നില്ല. മൊത്തത്തിലൊരു വല്ലാത്തൊരവസ്ഥ. പിന്നെ ഹീറ്റർ ഉള്ളതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. മോനെ പിന്നെ അവിടെ ഒന്ന് സമാധാനിപ്പിച്ച് കിടത്തിയിട്ട് ഞാൻ ബാക്കിയുള്ള പണികൾക്ക് നിന്നു. അവനിക്ക് ഞാനൊരു കാറ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. കാറ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെ കിടന്നോളും. പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമാക്ക് മുമ്പായിട്ട് എല്ലാം തീർക്കണം. ഇന്ന് ലഞ്ചിന് കൊണ്ടാട്ടമുളക് ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുപ്പിയിലേക്ക് പൊട്ടിച്ചിടുന്നതാണ്. കുപ്പിയിലിട്ട് വെച്ചാലല്ലേ കാണുമ്പോൾ നമ്മളിതെടുത്ത് പൊരിക്കുള്ളൂ. ഇപ്പോഴത്തെ വാങ്ങിയിട്ട് തന്നെ ഒരു 2 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. ഇപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ കുപ്പിയിലിട്ട് വെക്കും. പിന്നെ ഞാൻ കറികൾ ഉണ്ടാക്കാൻ കയറി. ആദ്യം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫുള്ളായിട്ട് നാടൻ ലഞ്ചാണേ. എനിക്കും ഇക്കാക്കും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ഇക്കാടെ മാമാടെ വീട്ടിൽ നിന്ന് കുറച്ചധികം തന്നെ മുരിങ്ങക്കായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ മുരിങ്ങക്കായ എന്താ പറയുക, അത് തന്നെയാണോ? മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. മുരിങ്ങ ചെമ്മീനിട്ട് വെക്കുന്നതാണ് ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ചെമ്മീൻ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ വെറുതെ തേങ്ങ അരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. മുരിങ്ങ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് വരാം. ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മുരിങ്ങ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ചോറൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വടിച്ചെടുക്കുകയാണ്. ഞാനുണ്ടല്ലോ ഒരുപാട് നാളായിട്ട് ഈ ഒരു താലയാണ് യൂസ് ചെയ്യുന്നത്. ഈ മൂടി വെക്കുന്ന പാത്രത്തിന് താല എന്ന് തന്നെയല്ലേ പറയുക. ഞങ്ങളവിടെയൊക്കെ ഈ താല എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഈ ഒരു പാത്രം അല്ലാതെ വേറെ ഏത് പാത്രം വെച്ച് മൂടിയിട്ട് വാർക്കാൻ നിന്നാലും അത് ശരിയായിട്ട് വെള്ളം പോവില്ല. അതുകൊണ്ട് തന്നെ ഈ മൂടി എവിടെ പോയാലും കണ്ടുപിടിച്ചിട്ട് മാത്രമേ എനിക്ക് ഇതിന് വാർക്കാൻ വെക്കാൻ പറ്റുള്ളൂ. ഇനി ഈ മുരിങ്ങക്കായയിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഒരു അരപ്പ് ആവശ്യമാണ്. ഇതിലേക്ക് തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന റെസിപ്പീസ് ആയിരിക്കും. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നു എന്ന് മാത്രമല്ലേ. പിന്നെ ഈ പിരിഞ്ഞിരിക്കുന്നത് ഇവിടെ തണുപ്പായതുകൊണ്ടാണ്. പിന്നെ പച്ചക്കറിയായിട്ടും ഒന്നും ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പയർ കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ വറുക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. തലയും വാലും ഒന്ന് കളഞ്ഞെടുക്കണേണ്. ഇനി ഞാൻ ചെയ്യുന്നത്
ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് അത് ഈ മുരിങ്ങയ്ക്കായിട്ടുള്ള കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ചപ്പോൾ കുറച്ചധികമായിപ്പോയി, ഇത്ര എണ്ണ ഇതിനാവശ്യമില്ല. പിന്നെ ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഈ മുളക് കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യമേ ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് ഒരു പാത്രത്തിൻ്റെ തന്നെ ആവശ്യമുണ്ടാവുള്ളൂ. പണികളെല്ലാം തന്നെ എങ്ങനെ എളുപ്പമാക്കിയെടുക്കാമെന്നാണ് ഞാൻ ശ്രദ്ധിക്കാറ്. വെളിച്ചെണ്ണയിലേക്ക് ആ ചെമ്മീൻ കൂടി ഇട്ട് വറുത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൊച്ചുള്ളിയാണ്, ചെറിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. ഇനി ഞാൻ വേറൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പൊട്ടിച്ച് പിന്നെ കറിവേപ്പിലയും ഇടിച്ച മുളകും കൂടി ഇട്ടിട്ട് പയറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് ചെറിയ പപ്പടം കൂടി മുറിച്ചിട്ട് കൊടുത്ത് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പപ്പടം പൊരിച്ച് മാറ്റിയതിന് ശേഷം ആ ഓയിൽ കൂടി ഒഴിവാക്കിയിട്ട് കുറച്ച് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഈ പപ്പടം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ഉള്ളി മൊരിയിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഇടിച്ച മുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇപ്പോൾ എൻ്റെ ഒരുവിധം കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ട കൂടി പൊരിച്ചെടുത്താൽ മതി. ഞാൻ മുട്ട പൊരിച്ചെടുക്കുന്നത് 2 തരത്തിലാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ മുട്ട പൊരിച്ചെടുക്കുന്നത്. അത് പൊരിക്കാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി വന്നതാണ്. കുക്കിങ്ങിനിടയിൽ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിന് നിൽക്കാൻ പറ്റും. കുക്കിങ്ങിനിടയിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ 1-2 പാത്രങ്ങൾ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് കഴുകാൻ പറ്റുള്ളൂ. എന്നാൽ പോലും നമുക്ക് വലിയ ഭാരമില്ലാതെ എല്ലാ കാര്യങ്ങളും തീർക്കാൻ പറ്റും. ഞാൻ മുമ്പൊന്നും അങ്ങനെയല്ലായിരുന്നു. എല്ലാ പണികളും തീർത്തിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് ഒരുമിച്ച് ചെയ്യാൻ നോക്കും. അപ്പോൾ പിന്നെ ഒരുപാട് നേരം കിച്ചണിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എല്ലാ പണികളും തീരുന്നത് പോലെ തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ പാത്രം കഴുകിയെടുക്കലാണല്ലോ. എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സിങ്കും പിന്നെ കൗണ്ടർ ടോപ്പും ഗ്യാസിൻ്റെ ടോപ്പും എല്ലാം ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് രണ്ടാമത് കഴുകി കൊണ്ടുവന്ന് വെക്കുന്നതാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇതിനൊക്കെ നിന്നാൽ വീണ്ടും വീണ്ടും സമയം പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ഇന്ന് കുക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വെള്ളിയാഴ്ച ഒതുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം ഉണ്ടാക്കലും വലിയ കൂലി കിട്ടുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് റെസിപ്പീസ് ചെയ്തിട്ട് നിസ്കരിക്കാനും ഓതാനുമുള്ള സമയം കണ്ടെത്താൻ ശ്രമിക്കുക. താങ്ക് യു.